ശരി. ഈ ദൃശ്യങ്ങൾ നമുക്ക് ശരിക്കും പേടിപ്പിക്കുന്നതാണ്. ആ ക്ഷേത്രത്തിൽ രാവിലെ തൊഴിയിക്കാൻ കൊണ്ടുവന്ന ആനയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ആ ക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ എത്രയോ സമയം ആന ഇങ്ങനെ ആക്രമണോത്സുകനായി നിൽക്കുകയായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത്. അവിടെ വെച്ചാണ് ആന ഈ വാഹനങ്ങൾ കുത്തിമറിച്ചിടുന്നതൊക്കെ. ഇതിനിടയിലാണ് ഒരാളെ ആന ചവിട്ടിക്കൊന്നത്. ഇപ്പോഴും എലിഫന്റ് സ്ക്വാഡ് ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അതിപ്പോഴും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലും കിട്ടുന്ന വിവരങ്ങൾ. സാഹചര്യം ഇവിടെ നിൽക്കുന്നു. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് RRT സംഘം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ 9:30 മുതൽ തുടങ്ങിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഈ അമ്പലമുറ്റത്ത് തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MP മാർട്ടിൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MP മാർട്ടിൻ, ഇപ്പോൾ പ്രദേശത്തെ സ്ഥിതി എന്താണ്? എന്തൊക്കെ വിവരങ്ങളാണ് അങ്ങേക്ക് നൽകാൻ കഴിയുന്നത്? രാവിലെ 9:30 മണിയോട് കൂടിയാണ് ഈ ആന ഇവിടെ ഇടഞ്ഞത്. സഹപാപ്പാനെയാണ് കുത്തിക്കൊന്നത്. അതേപോലെ തന്നെ പോലീസും ഫയർഫോഴ്സും ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മയക്കുപിടിക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ സ്ഥലത്തുണ്ട്. പക്ഷെ ആനയെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. ആന ഇപ്പോഴും വയലന്റ് ആണ്. ആന ഇപ്പോഴും അക്രമശക്തമായിട്ടാണ് പെരുമാറുന്നത്. ആന നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. വളരെ പോപ്പുലേറ്റഡ് ഏരിയയാണ്. ഈ അമ്പലത്തിന് ചുറ്റും നല്ലോണം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. വേറെ അപകടമൊന്നുമില്ല. എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇവിടെ സ്ഥലത്തുണ്ട്. ഈ ആനയെ റെസ്ട്രിക്ട് ചെയ്ത് ഈ ഗ്രൗണ്ടിൽ റെസ്ട്രിക്ട് ചെയ്ത് നിർത്താൻ പറ്റിയിട്ടുണ്ട് അല്ലേ? നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഇത് എന്തെങ്കിലും ഒരു പ്രകോപനമോ മറ്റോ ഉണ്ടായിരുന്നോ? അല്ല, പ്രകോപനം ഉണ്ടായിട്ടില്ല. ആന ഇവിടെ റെസ്റ്റ് ചെയ്യാൻ ഇറക്കിയതാണ്. ഇവിടുത്തെ ഉത്സവം നാളെ കൊടിയേറുകയാണ്. ഇവിടുത്തെ ഉത്സവത്തിന് വേണ്ടി വന്ന ആന അല്ല. കാരണം കൊല്ലത്തേക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇറക്കിയ ആനയാണ്. ഓ, അത് ശരി. ഇത് പെട്ടെന്ന് അവിടെ പ്രകോപിതനായി ഈ ഉണ്ടായതാണ്. സ്വമേധ ഉണ്ടായതാണ്. വേറെ പ്രകോപനമൊന്നും ഉണ്ടായില്ല. ഈ മറ്റേ പാപ്പാനും പരിക്കേറ്റിട്ടുണ്ടോ? ഇല്ല, മറ്റേ പാപ്പാന് പരിക്കേറ്റില്ല. സഹപാപ്പാനാണ് മരിച്ചത്. അത് ഈ അദ്ദേഹത്തിന്റെ ബോഡി എടുക്കാൻ പോലും ആന സമ്മതിക്കുന്നില്ല. പിന്നെ പോലീസിന്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഫോറസ്റ്റ് ഒക്കെ വന്നതിന് ശേഷമാണ് ബോഡി എടുക്കാൻ സാധിച്ചത്. ഇതിപ്പോ ഒരു കാറ് കുത്തിമറിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ ഞങ്ങൾ ഒരു കാറ് ഇവിടെ അമ്പലത്തിലെ കാറാണ്. അമ്പലത്തില് പൂജ അർപ്പിക്കാൻ വേണ്ടി വന്ന ആളുടെ കാറാണ് ഇപ്പൊ കുത്തിമറിച്ച് കാണുന്ന ദൃശ്യം. ഓക്കെ, ഒരു ഓട്ടോയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന് തോന്നുന്നു അല്ലേ? അതെ. ഈ സഹപാപ്പാൻ അവിടെയുള്ള ആളല്ല, ഈ ആനയുടെ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഇവിടെ നാട്ടുകാരനല്ല. ഓക്കെ, പേരെന്തെങ്കിലും? പേര് എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ശരി. ഈ 9:30 തുടങ്ങിയ സാഹചര്യം ഇപ്പൊ 12 മണി ആവുകയാണ്. ഇത്രയും നേരമായിട്ട് ആ ഒരു വലിയ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ എല്ലാവരും ഉണ്ട്, എല്ലാ സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ പോലും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. ആന വഴങ്ങി നിന്നിട്ടില്ല. ഈ കാറ് കുത്തിമറിച്ചതിന് ശേഷം ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താ? പക്ഷെ കോമ്പൗണ്ട് വിട്ടു പോയില്ല. കാറ് കുത്തിമറിക്കുന്ന സീൻ കണ്ടത് ആ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള കാറാണ്. ആ കോമ്പൗണ്ട് വിട്ട് ആന പോയിട്ടില്ല. ഓക്കെ, ഇപ്പം എലിഫന്റ് സ്ക്വാഡ് ഒക്കെ അവിടെ ഉണ്ട് അല്ലേ? ഇല്ല. എലിഫന്റ് സ്ക്വാഡ് ഉണ്ടോ അവിടെ? ഉണ്ട്. എലിഫന്റ് സ്ക്വാഡ്. ഇനി ഒരു മയക്കുവെടി വെക്കേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടോ? അവര് മയക്കുവെടി വെക്കാനുള്ള ആലോചന നടത്തുന്നു. തപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ആലോചിക്കുന്നത്. ശരി. തുറവൂർ പഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീ MP മാർട്ടിനാണ് ഇപ്പോൾ പ്രതികരിച്ചത്.